അടിസ്ഥാന പാഠാവലിയിലെ ഏകോദര സോദരർ നാം എന്ന 2ാം യൂണിറ്റിലെ ആദ്യ പാഠമാണ് വിഷുക്കണി, വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പ്രസിദ്ധമായ കവിത. കവിതയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ വിഷുവും വിഷുക്കണിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരാശയമാണ് കവിതയിലുള്ളത്. മലയാളികൾ ഗൃഹാതുരതയോടെ കാത്തിരിക്കുകയും മനം നിറഞ്ഞാഘോഷിക്കുകയും ചെയ്യുന്ന ഉത്സവങ്ങളാണ് ഓണം, വിഷു, തിരുവാതിര എന്നിവ. ഈ ഉത്സവങ്ങളെല്ലാം നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും ഭാഗമായി രൂപപ്പെട്ടു വന്നവയുമാണ്. കുട്ടിക്കാലത്ത് ഒരിക്കൽ വിഷുക്കണി കാണുവാനായി അമ്മ വിളിച്ചുണർത്തിക്കൊണ്ടുപോയ സംഭവം ഓർത്തെടുക്കുകയാണ് കവി. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ, കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ, കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട. അപ്പം തന്നെ തൊട്ടുണർത്തിക്കൊണ്ട് അമ്മ ഇപ്രകാരം പറയുകയാണ്. എന്താണ് ഓതിയത്? എന്താണ് പറഞ്ഞത്? കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട. അപ്പോൾ കണ്ണു തുറക്കാതെ കണി കാണുവാനായി, വിഷുക്കണി കാണുവാനായി വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ കുട്ടിയെ വിളിച്ചുണർത്തുക. കുട്ട എന്ന വിളിയിൽ അമ്മയുടെ വാത്സല്യവും സ്നേഹവും കരുതലുമെല്ലാം ഉണ്ട്. അപ്പോൾ അമ്മ വാത്സല്യത്തോടെ, ഏറെ സ്നേഹത്തോടെ മകനെ വിളിച്ചുണർത്തി കണി കാണുവാനായി കൊണ്ടുപോവുകയാണ്. തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ, പരിചിതമായ നൽതറയൂടെ നടന്നേൻ മന്ദം മന്ദം. തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ. തായ അമ്മയാണ്. അമ്മയുടെ വിരൽ തുമ്പിൽ അവൻ പിടിച്ചു. പരിചിതമായ നൽതറയൂടെ നടന്നു. അപ്പോൾ ചിരപരിചിതമായ വീടും പരിസരവുമൊക്കെയാണ് അല്ലേ? അപ്പോൾ കണ്ണുകൾ അടച്ചിട്ടുണ്ട് എങ്കിലും അമ്മയുടെ കൈവിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് പരിചിതമായ ആ തറയിലൂടെ മന്ദം മന്ദം അവൻ നടന്നു. കണ്ണുകൾ ഇറുക്കി ഞാൻ അടച്ചിടിലും, കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ട്. കണ്ണുകൾ ഇറുക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്നെന്തു കഷ്ടമാണ് അറിയാതവ തുറന്നുപോയി. അപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ എന്താണെന്നറിയില്ല, കഷ്ടം തന്നെ. എന്താണ് അറിയാതെ കണ്ണൊന്ന് തുറന്നുപോയി. അപ്പോൾ കണി കാണുന്നതിനായി ആണ് കണ്ണു തുറക്കേണ്ടത്. അതിനു മുൻപ് കണ്ണു തുറക്കേണ്ടതല്ല. പക്ഷേ എന്താണെന്നറിയില്ല, അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് കണി കാണുവാനായി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ടാണ് നടന്നു പോയത്. എങ്കിലും അറിയാതെ പെട്ടെന്ന് ഒന്ന് കണ്ണു തുറന്നുപോയി. എന്തായിരുന്നു കാഴ്ച? കൂരിരുൾ ചുറ്റും കൂരിരുളാണ് അല്ലേ? വെട്ടമെന്നിയെ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിനങ്ങേപ്പുറം. ഇപ്പം ചുറ്റും കൂരിരുട്ടാണ്. അല്പം പോലും വെളിച്ചമോ നിലാവോ ഒന്നും കാണുന്നില്ല. കൂരിരുട്ട്. ജനലിന് പുറത്ത് ചങ്ങാതിമാരുടെ കൂരകൾ ഇരുൾ മൂടി കിടക്കുന്നത് ജനലിലൂടെ അവൻ കണ്ടു. കണ്ണുകൾ അടച്ചു ഞാൻ നീങ്ങി. കണ്ണുകൾ അടച്ചു ഞാൻ നീങ്ങി. പെട്ടെന്ന് തന്നെ കണ്ണൊന്ന് തുറന്നു പോയി. പെട്ടെന്ന് തന്നെ കണ്ണുകൾ വീണ്ടും അടച്ചു. കണ്ണടച്ചു ഞാൻ നീങ്ങി, കൺ തുറന്നു ഞാൻ കണി കണ്ടു. അപ്പോൾ കണ്ണുകൾ അടച്ച് വീണ്ടും അമ്മയോടൊപ്പം നടന്നു. കണ്ണു തുറന്ന് കണി കണ്ടു. എന്താണ് കണ്ടത്? കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം. കണ്ണഞ്ചിക്കുന്ന മനോഹരമായ കൃഷ്ണവിഗ്രഹം. വെള്ളിപോൽ വിളങ്ങുന്നോരോട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാ മുറികൾ തിരികളും. ഇപ്പോൾ മനോഹരമായി അമ്മ വിഷുക്കണി ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ണഞ്ചിക്കുന്ന, നന്നായി വിളങ്ങുന്ന, തിളങ്ങുന്ന, ശോഭിക്കുന്ന കൃഷ്ണവിഗ്രഹം. വെള്ളിപോൽ വിളങ്ങുന്നോരോട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാ മുറികൾ തിരികളും. ഇപ്പോൾ കണി കാണുവാനായി കണി ഒരുക്കിയിട്ടുണ്ടല്ലേ? വെള്ളിപോൽ വിളങ്ങുന്നോരോട്ടുരുളിയും. അപ്പോൾ ഓട്ടുരുളിയിലാണ് കണി കാണുവാനുള്ളവയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. വെള്ളിപോൽ വിളങ്ങുന്നോരോട്ടുരുളിയും. അപ്പോൾ വെള്ളി പോലെ വിളങ്ങുന്ന, അപ്പോൾ തേച്ചു മിനുക്കി നല്ല വെള്ളി പോലെ വിളങ്ങുന്ന ഒരു ഓട്ടുരുളി. വെള്ളിപോൽ വിളങ്ങുന്നോരോട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാമുറികൾ തിരികളും. പിന്നെന്തൊക്കെയുണ്ട്? കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നുടെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും. കൊന്ന കണിക്കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും
മഹാലക്ഷ്മി തന്നെ വാൽക്കണ്ണാടിയും. അപ്പോൾ മഹാലക്ഷ്മിയുടെ പ്രതിരൂപമായ വാൽക്കണ്ണാടി അതെന്താണ്? കണിക്കൊന്നയും പൊന്നും ചാർത്തി മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നെ കണ്ണാടിയും. ഞൊറിഞ്ഞ കരമുണ്ടും. കരമുണ്ട് കരയോട് കൂടിയ മുണ്ടാണ് അല്ലേ. ഇപ്പോൾ പലപ്പോഴും മുണ്ടുകൾക്ക് പല നിറത്തിലുള്ള കരകൾ ഉണ്ടാകാറുണ്ട്. കറുത്ത നിറമോ അല്ല എങ്കിൽ എന്താണ് വെള്ളി സിൽവർ കളറോ അല്ല എങ്കിൽ എന്താണ് പലതരത്തിൽപ്പെട്ട, അപ്പോൾ ഷർട്ടിൻ്റെ നിറത്തിനു ചേരുന്ന അല്ലെങ്കിൽ എന്താണ് ബ്ലൗസിന് നിറത്തിന് ചേരുന്ന കരയോട് കൂടിയ മുണ്ട്, സെറ്റും മുണ്ടും ഉടുക്കുമ്പോൾ സെറ്റിൻ്റെ കര എന്താണ് മനോഹരമായ നല്ല നിറത്തോടു കൂടിയവയായിരിക്കാം. അല്ലെങ്കിൽ മുണ്ടിൻ്റെ കരയാണെങ്കിലും അതുപോലെ തന്നെയാണ്. കരമുണ്ട്, എന്താണ് ഞൊറിഞ്ഞ കരമുണ്ടും. അപ്പം ഞൊറിഞ്ഞത് ഉടുക്കാൻ പാകത്തിൽ ഭംഗിയായി ഞൊറിഞ്ഞു വച്ചിരിക്കുന്ന നല്ല കരയുള്ള മനോഹരമായ ഒരു മുണ്ടും സെറ്റും മുണ്ടും ആവണം തീർച്ചയായും മഹാലക്ഷ്മിക്ക് ഉടുക്കുവാനുള്ളതല്ലേ. കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും. അരി കുങ്കുമച്ചെപ്പും. അരിയുണ്ട്, കുങ്കുമച്ചെപ്പുണ്ട്. സ്ത്രീകൾ നെറ്റിയിൽ സിന്ദൂരം അണിയാറുണ്ട്, കുങ്കുമം അണിയാറുണ്ട്. എന്തിനാണ്? ഭർതൃമതികളായ സ്ത്രീകൾ, വിവാഹിതരായ സ്ത്രീകൾ സീമന്തരേഖയിൽ സിന്ദൂരം അണിയാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? കുങ്കുമച്ചെപ്പുണ്ട്, കുങ്കുമം നിറച്ച ചെപ്പുണ്ട്. ഐശ്വര്യ മഹാറാണിക്ക് അരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്കു വശം പണ്ടേ. അപ്പോൾ എന്താണ്? ഐശ്വര്യ മഹാറാണിക്ക്, ഐശ്വര്യത്തിൻ്റെ മഹാറാണി ആരാണ്? മഹാലക്ഷ്മിയാണ് അല്ലേ. അപ്പോൾ ഐശ്വര്യ മഹാറാണിക്ക് അരങ്ങു ചമയ്ക്കുക അമ്മയ്ക്കു വശം പണ്ടേ. അപ്പം എന്താണ്? മഹാലക്ഷ്മിയെ വരവേൽക്കുവാനായി കണിയൊരുക്കുവാൻ അമ്മയ്ക്ക് പണ്ടേ നല്ല വശമാണ്, നല്ല പ്രാവീണ്യമാണ് അല്ലേ. കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ കണി കണ്ടു പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിച്ചു. ഇപ്പോൾ വിഷുവിന് വിഷുക്കൈനീട്ടം നമുക്ക് ലഭിക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർ വിഷുക്കൈനീട്ടം നൽകും അല്ലേ. രാവിലെ കണി കണ്ടു കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? കുട്ടികൾക്ക് വിഷുക്കൈനീട്ടം നൽകുകയാണ്. അപ്പോൾ എന്താണ്? ഐശ്വര്യത്തോടു കൂടിയ ഒരു തുടക്കം. എന്താണ്? സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും സൗഭാഗ്യങ്ങളുമെല്ലാം എന്താണ് ആശംസിച്ചുകൊണ്ട് വിഷുപ്പുലരിയിൽ എന്താണ് വിഷുക്കൈനീട്ടം നൽകും. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിച്ചു ഞാൻ. അനുജത്തിമാർ കാണെ പൂത്തിരി കത്തിച്ചു ഞാൻ. ഇപ്പോൾ പൂത്തിരി കത്തിച്ച് ആഹ്ലാദിക്കുകയാണ് അനുജത്തിമാർ, കൊച്ചനുജത്തിമാർ നോക്കി നിൽക്കെ എന്താണ്? പൂത്തിരി കത്തിച്ച് സന്തോഷിച്ചു അവർ കാണെ. അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. അടുത്തുനിന്നും അകലത്തുനിന്നും എന്താണ്? പടക്കം പൊട്ടിക്കുന്നതിൻ്റെയും ആർപ്പ് വിളിക്കുന്നതിൻ്റെയും ശബ്ദം അതെന്താണ്? നാടിനെ ഉണർത്തുകയാണ്. അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. അപ്പോൾ പടക്കം പൊട്ടിക്കുന്നതിൻ്റെയും ആഹ്ലാദത്തോടെ ആർപ്പ് വിളിക്കുന്നതിൻ്റെയും ഒക്കെ ശബ്ദം അടുത്തു നിന്നും അകലത്തു നിന്നും എല്ലാം കേൾക്കാം. അപ്പോൾ അങ്ങനെ നാടാകെ ഉണർന്നിരിക്കുകയാണ്. എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ തിങ്ങിടും ഇരുട്ടിലാണ് എൻ കരൾ അന്നേരത്തും. എങ്കിലും അപ്പോൾ എല്ലായിടത്തും എന്താണ്? ശബ്ദവും ആർപ്പുവിളികളും എല്ലാം കേൾക്കുന്നുണ്ട്. എന്താണ്? ഇവിടെ മനോഹരമായി കണിയൊരുക്കിയിട്ടുണ്ടായിരുന്നു. വിഷുക്കണി കണ്ടു, കൈനീട്ടം മേടിച്ചു, പൂത്തിരി കത്തിച്ച് ആഹ്ലാദിച്ചു. എങ്കിലും എന്തോ എന്താണ്? മനസ്സിൽ ആകെപ്പാടെ ഒരു അസ്വസ്ഥതയാണ്. എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ, കണി കാണുന്നതിന് മുൻപ് കൺ തുറന്നിട്ടാണോ എന്നറിയില്ല. തിങ്ങിടും ഇരുട്ടിലാണ് എൻ കരൾ അന്നേരത്തും. അപ്പോൾ എന്താണ്? വിഷുക്കണി കണ്ടിട്ടും എന്താണ്? എൻ്റെ മനസ്സിൽ തിങ്ങുന്ന ഇരുട്ടാണ്. തിങ്ങിടും ഇരുട്ടിലാണ് എൻ കരൾ അന്നേരത്തും. തിങ്ങിടും ഇരുട്ടിലാണ് എൻ കരൾ അന്നേരത്തും. അപ്പോൾ ഇങ്ങനെ എന്താണ്? വിഷുവിൻ്റെ ആഹ്ലാദവും ഒപ്പം എന്താണ്? ആർപ്പുവിളികളും പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ശബ്ദവുമെല്ലാം ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ മനസ്സപ്പോഴും തിങ്ങുന്ന ഇരുട്ടിലാണ്. അപ്പോൾ മനസ്സിൽ എന്തോ വല്ലാത്ത ഒരു ഇരുട്ട് അല്ലേ. അതിനു കാരണമായ എന്താണ് കവി പറയുക? ഒരുപക്ഷെ കണി കാണും മുമ്പ് കൺ തുറന്നിട്ടാണോ? എന്താണെന്നറിയില്ല. എന്താണ്? തൻ്റെ മനസ്സിൽ
ആ സമയത്തും വല്ലാത്ത ഒരു ഇരുട്ട്, തിങ്ങിടുന്ന ഒരു ഇരുട്ട്, അല്ലെങ്കിൽ തിങ്ങി നിറയുന്ന ഒരു ഇരുട്ട് കവിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ എന്താണ് ആ ഇരുട്ട് എന്നുള്ളത്? വെറും എന്താണ് രാത്രിയിലെ അന്ധകാരം എന്നതിനപ്പുറം ഈ ഇരുട്ടിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട് എന്ന് നമുക്ക് തുടർന്ന് വരുന്ന വരികളിൽ നിന്ന് മനസ്സിലാക്കാം. എങ്ങാനുമുണ്ടോ വെട്ടം, എവിടെയെങ്കിലും അല്പം വെട്ടം കാണാനുണ്ടോ? ചുറ്റുമീ ഉൾനാട്ടിലെൻ ചങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. അപ്പോൾ കവിയുടെ മനസ്സിലെ ആ ദുഃഖത്തിൻ്റെ, ഇരുട്ടിൻ്റെ കാരണം എന്താണ്? ചുറ്റുമീ ഉൾനാട്ടിലെൻ ചങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. അപ്പോൾ തൻ്റെ എന്താണ് വീടിൻ്റെ ജനാലയിലൂടെ, തൻ്റെ തറവാട്ടു വീടിൻ്റെ നാലുകെട്ടിൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ കവി ഒരു കാഴ്ച കണ്ടിരുന്നു. എന്താണ്? ഗ്രാമത്തിലെ കൂരകളെല്ലാം ഇരുട്ടിൽ മയങ്ങിക്കിടക്കുകയാണ് അല്ലേ? ചുറ്റുമീ ഉൾനാട്ടിലെൻ ചങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു വശത്ത് പടക്കം പൊട്ടിക്കുകയും ആർപ്പ് വിളിക്കുകയും കണിയൊരുക്കുകയും കണി കാണുകയും കൈനീട്ടം നൽകുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും എന്താണ്? എൻ്റെ ചങ്ങാതിമാരുടെ വീട് ഇപ്പോഴും എന്താണ്? ഇരുട്ടിൽ തന്നെയാണ്. അപ്പോൾ എന്താണ്? ദാരിദ്ര്യത്തിൻ്റെ, അസമത്വത്തിൻ്റെ ആ ഇരുട്ട് അനുഭവിക്കുന്ന തൻ്റെ കൂട്ടുകാരെക്കുറിച്ച് ഓർത്തപ്പോൾ, നിറഞ്ഞ അന്ധകാരത്തിൽ മുങ്ങിക്കിടക്കുന്ന അവരുടെ കൂരകൾ കണ്ടപ്പോൾ കവി അസ്വസ്ഥനും ദുഃഖിതനുമാവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് കവിയുടെ മനസ്സാകെ അസ്വസ്ഥമായത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇരുട്ട് തിങ്ങി നിൽക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണി ഉരുളിതൻ ചുറ്റിൽ ഇത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും. ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണി ഉരുളിതൻ ചുറ്റിൽ ഇത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും. അപ്പോൾ ഈ തറവാട്ടുകെട്ടിലും ഈ കണി ഒരുക്കിയിരിക്കുന്ന ഉരുളിയുടെ ചുറ്റിലും ഞങ്ങളുടെ മനസ്സിലും മാത്രമാണ് അല്പം വെളിച്ചമുള്ളത്, വെളിച്ചം, ഐശ്വര്യമുള്ളത്, സമൃദ്ധിയുള്ളത് അല്ലേ? ഇപ്പം ഈ തറവാട്ടുകെട്ടിൽ ഈ കണി ഉരുളിതൻ ചുറ്റിൽ ഇത്തിരി വട്ടം, ഒരല്പം സ്ഥലം അല്ലേ? ഇത്തിരി എന്ന് പറഞ്ഞാൽ അല്പം, വളരെ കുറച്ച്, ഇത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും. അപ്പോൾ എങ്ങാനുമുണ്ടോ വെട്ടം എന്ന് കവി ചോദിക്കുകയാണ്. എന്താണ്? ചുറ്റുപാടും നോക്കിയപ്പോൾ തൻ്റെ ചങ്ങാതിമാരുടെ കൂരകളെല്ലാം ഇരുട്ടിൽ മയങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവരുടെ കൂരകളിൽ വെളിച്ചമില്ല. അവിടെ എന്താണ്? ആഹ്ലാദത്തിൻ്റെ ആർപ്പുവിളികളില്ല, കണി കാണലില്ല, കൈനീട്ടമില്ല, എന്താണ്? പുത്തിരി കത്തിക്കലില്ല. അവരെല്ലാം ഇപ്പോഴും തികഞ്ഞ, നിറഞ്ഞ ഇരുട്ടിൽ തന്നെയാണ്. ഈ തറവാട്ടുകെട്ടിലും ഈ കണിയുരുളിയുടെ ചുറ്റിലും ഞങ്ങളുടെ മനസ്സിലും മാത്രമാണ് അല്പം വെളിച്ചമുള്ളത്. ക്ലാവെഴും വാൽക്കണ്ണാടി ചെറുത്തുവച്ചൈശ്വര്യത്തിൻ ദേവതയെ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ. ക്ലാവെഴും വാൽക്കണ്ണാടി, ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടി. അപ്പോൾ വാൽക്കണ്ണാടിക്ക് ക്ലാവ് പിടിക്കുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ എന്താണ്? ചെമ്പ്, പിച്ചള തുടങ്ങിയ ലോഹങ്ങളിൽ ഓക്സീകരണം മൂലം പലപ്പോഴും എന്താണ്? ഒരു പച്ച നിറം വ്യാപിച്ചു കാണാം അല്ലേ? അപ്പോൾ എന്താണ്? ചെമ്പ് പാത്രങ്ങൾക്ക് ക്ലാവ് പിടിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ചെമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാതെ കുറേ കാലം അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ എന്താണത്? അതിൽ പച്ച നിറത്തിൽ എന്താണ് ഒരു നിറം മാറ്റം കാണുവാനായിട്ട് പറ്റും. അത് ക്ലാവ് പിടിക്കുന്നത് അല്ലേ? പിന്നീട് അത് നന്നായി കഴുകി എന്താണ് നമ്മളത് ഉപയോഗയോഗ്യമാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? ക്ലാവെഴും വാൽക്കണ്ണാടി ചേർത്തുവച്ച് ഐശ്വര്യത്തിൻ ദേവതേ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ. അപ്പോൾ ഈ കണിയൊരുക്കിയപ്പോൾ എന്താണ്? ഈ വിഷുക്കണിയോടൊപ്പം ക്ലാവ് പിടിച്ച ഈ വാൽക്കണ്ണാടി ചേർത്ത് വെച്ച്, അല്ലയോ ഐശ്വര്യത്തിൻ്റെ ദേവതയെ, യഥാർത്ഥത്തിൽ നിന്നെ തരം താഴ്ത്തുകയല്ലേ ഞങ്ങൾ ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഈ തറവാട്ടുകെട്ടിൽ ഈ കണിയുരുളിയുടെ ചുറ്റിൽ ഇത്തിരി വട്ടത്തിൽ മാത്രമാണ് അല്പം വെളിച്ചമുള്ളത് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ഈ ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടി ചേർത്ത് വെച്ചുകൊണ്ട്, അല്ലയോ ഐശ്വര്യത്തിൻ്റെ ദേവതയെ, യഥാർത്ഥത്തിൽ ഞങ്ങൾ നിന്നെ തരം താഴ്ത്തുകയല്ലേ ചെയ്തത് എന്ന് കവി സംശയിക്കുകയാണ്. കാരണം എന്താണ്? തുടർന്ന് പറയുന്നുണ്ട്, നീ ഉദാരതയുടെ പര്യായം, നീ ആകട്ടെ ഉദാരതയുടെ, ഔദാര്യത്തിൻ്റെ പര്യായമാണ്. എല്ലാവർക്കും എല്ലാം സമൃദ്ധമായി എന്താണ്? മനസ്സു നിറഞ്ഞ് നൽകുന്നവളാണ്.
വിയർപ്പുനീരാഴിയിൽ പിറന്നൃദ്ധി മഴ പോൽ വർഷിക്കുമ്പോൾ. വിയർപ്പുനീരാഴിയിൽ പിറന്ന്, വിയർപ്പുനീരാകുന്ന, വിയർപ്പുനീർ നിറഞ്ഞ ആഴി, സമുദ്രം അല്ലേ. അപ്പോൾ എന്താണ്? കഠിനാധ്വാനം ആണ് അവിടെ സൂചിപ്പിക്കുക. വിയർപ്പൊഴുകുന്നവർക്ക് അല്ലേ. കടൽ പോലെ എന്താണ്? വിയർപ്പ് കൊണ്ടുണ്ടായ കടലാണ് അല്ലേ. വിയർപ്പുനീര് കൊണ്ടുണ്ടായ കടലാണ്. വിയർപ്പുനീരാഴിയിൽ പിറന്ന് ഋത്വി മഴ പോൽ വർഷിക്കുമ്പോൾ. ഋത്വി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ് അർത്ഥം. അപ്പോൾ വിയർപ്പുനീരാഴിയിൽ പിറന്ന് ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവളാണ് നീ. നീ ഉദാരതയുടെ പര്യായമാണ്. വിയർപ്പുനീരാഴിയിൽ പിറന്ന് ഋത്വി ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവളാണ്. അങ്ങനെയുള്ള നിന്നെ എന്താണ് ഈ കണിയൊരുക്കിയപ്പോൾ, ഈ ഇത്തിരി വട്ടത്ത് എന്താണ് ഈ വാൽക്കണ്ണാടി ചേർത്ത് വെച്ച് എന്താണ് നിന്നെ യഥാർത്ഥത്തിൽ ഞങ്ങൾ എന്താണ് തരം താഴ്ത്തുകയല്ലേ ചെയ്തത് എന്ന് കവി ചോദിക്കും. ക്ലാവെഴും വാൽക്കണ്ണാടി ചേർത്തുവച്ച് ഐശ്വര്യത്തിൻ ദേവതയെ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ. ക്ലാവെഴും വാൽക്കണ്ണാടി. ക്ലാവ്, ചെമ്പുപാത്രങ്ങളിൽ ക്ലാവ് പിടിക്കാറുണ്ട്. കുറേ കാലം ഉപയോഗിക്കാതെ നമ്മൾ ചെമ്പുപാത്രവും മറ്റും വച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൽ പച്ച നിറത്തിൽ എന്തോ ഒരു നിറവ്യത്യാസം കാണാം. അപ്പോൾ എന്താണ് നമ്മൾ ക്ലാവ് പിടിച്ചതാണ് എന്ന് പറയാറുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ എന്താണ് കത്തിയും വാക്കത്തിയും അങ്ങനെയുള്ള എന്താണ് ആയുധങ്ങളൊക്കെ കുറേ കാലം ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് തുരുമ്പ് പിടിക്കുന്നത് കാണാം. അതുപോലെ എന്താണ് ചെമ്പ് പാത്രങ്ങൾ, പിച്ചള, ചെമ്പ്, പിച്ചള തുടങ്ങിയ ലോഹങ്ങൾ കുറേ കാലം എന്താണ് ഉപയോഗിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഓക്സീകരണം മൂലം അവയിൽ എന്താണ് പച്ച നിറത്തിൽ നിറവ്യത്യാസം കാണാം, ക്ലാവ് പിടിക്കുന്നത് കാണാം. എന്താണ്? ക്ലാവെഴും വാൽക്കണ്ണാടി ചേർത്തുവച്ച് ഐശ്വര്യത്തിൻ ദേവതയെ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ. ഇപ്പോൾ ക്ലാവ് പിടിച്ച് ഈ വാൽക്കണ്ണാടി ചേർത്ത് വച്ച് യഥാർത്ഥത്തിൽ ഐശ്വര്യത്തിൻ്റെ ദേവതയെ മഹാലക്ഷ്മിയെ തരം താഴ്ത്തുകയല്ലേ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് കവി സംശയിക്കുകയാണ്. കാരണം എന്താണ്? നീ ഉദാരതയുടെ പര്യായം, നീ ഉദാരതയുടെ ഔദാര്യത്തിൻ്റെ പര്യായമാണ്. എല്ലാവർക്കും എല്ലാം സമൃദ്ധമായി നൽകുന്നവളാണ്, ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് അല്ലേ. നീ ഉദാരതയുടെ പര്യായം. വിയർപ്പുനീരാഴിയിൽ പിറന്നിരുത്തി മഴ പോൽ വർഷിക്കുമ്പോൾ. വിയർപ്പുനീരാഴിയിൽ പിറന്ന്, വിയർപ്പുനീരുകൊണ്ടുണ്ടായ ആഴി, വിയർപ്പുനീരാഴി, വിയർപ്പുനീരുകൊണ്ടുണ്ടായ ആഴി. ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം. അപ്പം വിയർപ്പുനീരാഴിയിൽ പിറന്നവൾ എന്താണ്? അധ്വാനിക്കുന്നവരുടെ എന്താണ് വിയർപ്പൊഴുക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവളാണ് അല്ലേ. അപ്പം എന്താണ്? വിയർപ്പുനീരാഴിയിൽ പിറന്ന് ഋത്വി മഴ പോൽ വർഷിക്കുമ്പോൾ. ഋദ്ധി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ്. വിയർപ്പുനീരാഴിയിൽ പിറന്നൃദ്ധി മഴ പോൽ വർഷിക്കുമ്പോൾ. അപ്പോൾ വിയർപ്പുനീരാഴിയിൽ പിറന്ന് ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവളാണ്. പിന്നെന്താണ് പറയുക? നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു. കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു. അപ്പം കണിക്കൊന്നയുടെ നിറം സ്വർണ്ണവർണ്ണം നമുക്കറിയാം അല്ലേ. അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ ആകുമ്പോഴേക്കും കണിക്കൊന്ന നിറയെ പൂത്തുലഞ്ഞു നിൽക്കും. അപ്പോൾ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണത്. അപ്പോൾ എന്താണ്? സ്വർണ്ണ പൂങ്കുലകളാണ് അവയിൽ എന്താണ് നിറയെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്ത്. നീ കരിമണ്ണിൻ കൊടി, കരിമണ്ണിൻ്റെ കൊടിയടയാളമായ കണിക്കൊന്നയുടെ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്യുന്നവളാണ് നീ. പിന്നെന്താണ് പറയുക? തീയെരിയുന്ന വെയിലിൽ കായ്കനി തൂങ്ങും കൊമ്പിൽ ഊയലാടിയും. കായ്കനി തൂങ്ങും കൊമ്പിൽ ഊഞ്ഞാലാടുന്നവൾ. തീയെരിയുന്ന വെയിലിൽ കായ്കനികൾ തൂങ്ങുന്ന കൊമ്പുകളിൽ ഊഞ്ഞാലാടുന്നവൾ. പുന്നൽപ്പായ്കളിൽ നൃത്യം ചെയ്തും. നൃത്തം എന്ന് നമുക്കുള്ള നൃത്തം എന്ന പദം നമുക്ക് ചിരപരിചിതമാണ് അല്ലേ. നൃത്തം ചെയ്യുക, പാട്ടിനനുസരിച്ച് എന്താണ് മനോഹരമായ രീതിയിൽ നിബദ്ധമായ അംഗചലനങ്ങൾ അല്ലേ, മനോഹരമായ നൃത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ കഥകളിയിൽ നൃത്യം, നാട്യം എന്നിവയുടെ സമ്മേളനമുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറില്ലേ. നൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച്
ശാരീരിക ചലനങ്ങൾ എന്താണ് താളനിബദ്ധമായി വയ്ക്കുന്നതല്ല, പിന്നെ എന്താണ് ഭാവാഭിനയത്തോടു കൂടി ഉള്ള നൃത്തമാണ്. അപ്പോൾ വെറും നൃത്തമല്ല നൃത്യം. നൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ടിൻ്റെ ആശയത്തിനും ഭാവത്തിനും അനുസരിച്ച് എന്താണ് മുഖഭാവവും അംഗചലനങ്ങളും എല്ലാം ഉണ്ടാകണം. അപ്പോൾ അഭിനയ പ്രധാനമാണ് നൃത്യം. പുന്നൽപ്പായ്കളിൽ നൃത്യം ചെയ്തും, നൃത്യം എന്ന് പറഞ്ഞാൽ നൃത്തം തന്നെയാണ്, പക്ഷേ എന്താണ്? വെറും നൃത്തമല്ല നൃത്യം. നൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിനയ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പുന്നൽപ്പായ്കളിൽ നൃത്യം ചെയ്യുന്നവളാണ് നീ, അല്ലേ? പുന്നൽപ്പായ്കളിൽ നൃത്യം ചെയ്യുക. പുന്നൽപ്പായ്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുന്നല്ലു നിരത്തിയ പായകൾ. പുന്നല്ല് എന്ന് പറയുന്നത് ഐശ്വര്യമല്ലേ? തീർച്ചയായും അതെ, അല്ലേ? അപ്പോൾ എന്താണ്? സമൃദ്ധമായ വയലുകൾ, ഫലസമൃദ്ധി, ഇതൊക്കെ എന്താണ്? ഐശ്വര്യ ദേവതയുടെ അടയാളം തന്നെയാണ്. അപ്പോൾ പുന്നൽപ്പായ്കളിൽ നിരന്നിരിക്കുന്ന നിന്റെ ഐശ്വര്യ സമൃദ്ധി നമുക്ക് കാണാം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നിന്നെ എന്താണ്? ഈ കണിയുരുളിയുടെ സമീപത്ത് ഈ ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടി ചേർത്ത് വെച്ച് യഥാർത്ഥത്തിൽ എന്താണ്? തരം താഴ്ത്തുകയല്ലേ ചെയ്യുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ, പൂട്ടി നിങ്കലെ തുറക്കുന്ന കൺകളെ തഴുകിയിടും. എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ. ചെറുവട്ടം ചെറിയ വട്ടമാ. എങ്ങനെയാണ്? ഉദാരതയുടെ പര്യായമായ, കണിക്കൊന്നയുടെ സ്വർണ്ണനീരരുവിയിൽ സ്നാനം ചെയ്യുന്നവളായ, അല്ലെങ്കിൽ എന്താണ്? വിയർപ്പുനീരാഴിയിൽ പിറന്ന് ഐശ്വര്യം സമൃദ്ധി എന്താണ് മഴ പോലെ വർഷിക്കുന്നവളായ നിന്നെ എങ്ങനെയാണ് എന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിനക്ക് എങ്ങനെയാണ് ഈ ചെറുവട്ടത്തിൽ ഒതുങ്ങുവാനായിട്ട് സാധിക്കുക? ഈ കണിയുരുളിയുടെ ചുറ്റിൽ, ഈ തറവാട്ടുകെട്ടിനുള്ളിൽ ഈ ഒരു ഇത്തിരി വട്ടത്തെ എങ്ങനെയാണ് ഒതുങ്ങുവാനായിട്ട് സാധിക്കുക? എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ, പൂട്ടി നിങ്കലെ തുറക്കുന്ന, കണ്ണുപൂട്ടി വന്ന് നിന്റെ മുൻപിൽ കൺതുറക്കുന്ന ആ ഒരു ചെറിയ വിഭാഗത്തിന്, കുറച്ചാളുകൾക്ക് മാത്രമായി എങ്ങനെയാണ് നീ ഐശ്വര്യം പ്രദാനം ചെയ്യുക? പൂട്ടി നിങ്കലെ തുറക്കുന്ന കൺകളെ തഴുകിയിടും. അപ്പോൾ കണ്ണു പൂട്ടി വന്ന് നിന്നെ മുമ്പിൽ കണ്ണു തുറക്കുന്ന മിഴികളെ മാത്രമായി എങ്ങനെയാണ് നിനക്ക് തഴുകുവാൻ, ആശ്ലേഷിക്കുവാൻ സാധിക്കുക? അപ്പോൾ എന്താണ്? ഈ കണിയൊരുക്കി ഈ തറവാട്ടുകെട്ടിൽ എന്താണ്? ഞങ്ങൾ കണി കാണുന്നുണ്ട്, പക്ഷേ എന്താണ്? ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? തൻ്റെ കൂട്ടുകാരുടെ, തൻ്റെ ചങ്ങാതിമാരുടെ ഭവനങ്ങളെല്ലാം ദാരിദ്ര്യത്തിൻ്റെ, അസമത്വത്തിൻ്റെ ഇരുട്ടിൽ മൂടിക്കിടക്കുകയാണ്. വിഷുക്കണിയോ ആഹ്ലാദമോ അല്ലെങ്കിൽ ഉത്സവങ്ങളോ ഒന്നും അവർക്കില്ല. അപ്പോൾ എന്താണ്? തികഞ്ഞ ദാരിദ്ര്യത്തിൽ കഴിയുന്ന, വെളിച്ചമോ അല്ലെങ്കിൽ എന്താണ് യാതൊരു വിധത്തിലുള്ള പരിഷ്കാരമോ ഒന്നുമില്ലാത്ത എന്താണ് കൂരകളിൽ ഉറങ്ങുന്ന, ഇരുട്ട് മൂടിക്കിടക്കുന്ന ആ ജീവിതങ്ങൾ, അവിടെ എന്താണ്? ഐശ്വര്യം എത്തി നോക്കുന്നില്ല, അല്ലെങ്കിൽ ഐശ്വര്യ ദേവത ചെന്നെത്തുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഇത്തിരി വട്ടത്തിൽ മാത്രമായി നീ എങ്ങനെയാണ് നിനക്ക് ഒതുങ്ങുവാനായിട്ട് സാധിക്കുക? നിന്റെ മുൻപിൽ കണി കാണുവാൻ എത്തുന്നവരുടെ മുമ്പിൽ മാത്രമായി, അവരുടെ കണ്ണുകളെ മാത്രമായി എങ്ങനെയാണ് നിനക്ക് തഴുകുവാനായിട്ട് സാധിക്കുക? ചിരിക്കും മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിയിങ്കൽ, ദരിദ്രർക്കേകും പിച്ച കൈനീട്ട വെള്ളിക്കാശിൽ. ചിരിക്കും മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിയിങ്കൽ. അപ്പം മൂഢസ്വപ്നം, അല്ലേ? അസമത്വം നിറഞ്ഞ, സമ്പന്ന ദരിദ്ര ഭേദം നിറഞ്ഞ, പക്ഷേ എന്താണ് ഇവിടെ? സമ്പന്നർക്ക് മാത്രമായി, അല്ലെങ്കിൽ എന്താണ് കണി കാണുന്നവർക്ക് മാത്രമായി ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവളായി നിന്നെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? അതൊരു മൂഢസ്വപ്നമല്ലേ? മൂഢസ്വപ്നത്തിൻ്റെ കത്തിച്ച പൂത്തിരി കണ്ട് എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുക? പിന്നെന്താണ് പറയുക? ദരിദ്രർക്കേകും പിച്ച കൈനീട്ട വെള്ളിക്കാശിൽ. പിച്ച കൈനീട്ടം, ദരിദ്രർക്ക് സമ്പന്നർ കൈനീട്ടമായി നൽകുന്ന പിച്ച വെള്ളിക്കാശു കാണുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക? അപ്പോൾ എന്താണ്? അവരുടെ അധ്വാനമാണ് യഥാർത്ഥത്തിൽ വയലുകളെയും കൃഷിയിടങ്ങളെയും ഫലസമൃദ്ധമാക്കുക. പക്ഷേ എന്താണ്? സമ്പന്നർ ഒരു ഔദാര്യം എന്നവണ്ണം ഇച്ചിരി പിച്ചക്കാശ് അവർക്ക് കൈനീട്ടമായി നൽകുകയാണ്. അപ്പോൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് സമ്പന്നരുടെ പത്തായങ്ങളെ ഫലസമൃദ്ധമാക്കിയിരിക്കുന്നത്. പക്ഷേ എന്താണ്? ഈ ദരിദ്രർക്ക് നൽകുന്നതാകട്ടെ എന്താണ്? അല്പം
പിച്ച വെള്ളിക്കാശ. അപ്പോൾ കൈനീട്ടമായി നൽകുന്ന ഔദാര്യത്തിൻ്റെ പേരിൽ എന്ന വണ്ണം കൈനീട്ടമായി നൽകുന്ന ഈ പിച്ച വെള്ളിക്കാശു കാണുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും സന്തോഷവുമെല്ലാം ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമായി ചുരുങ്ങുന്നു. മണ്ണിൽ പണിയെടുക്കുന്നവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് വയലുകളിലും തോട്ടങ്ങളിലും നിറയുന്ന സമൃദ്ധി. പക്ഷേ സമ്പന്നർ അവർക്ക് ഔദാര്യം എന്നതുപോലെ പിച്ച വെള്ളിക്കാശ് കൈനീട്ടമായി നൽകുന്നു. പാവം കർഷക തൊഴിലാളികളുടെ വിയർപ്പാണ് സമ്പന്നരുടെ പത്തായങ്ങളിൽ സമൃദ്ധി നിറയ്ക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആരും കാണാതെ പോകുന്നത് കവിയെ അസ്വസ്ഥനാക്കുന്നു. ഈ വ്യവസ്ഥിതി മാറേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് കവിക്കുണ്ടാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അസ്വസ്ഥനും ദുഃഖിതനുമാവുക, അല്ലേ? തുടർന്ന് എന്താണ് പറയുക? എൻ മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊൻമലരുകൾ പോലി പാഴിരുൾ പരപ്പിങ്കൽ. എൻ മനം കൊതിക്കയാം, എൻ്റെ മനം കൊതിക്കുകയാ, എൻ്റെ മനസ്സ് കൊതിക്കുകയാ. ചളിയിൽ സരോരുഹ പൊൻമലരുകൾ പോലി പാഴിരുൾ പരപ്പിങ്കൽ. ചെളിയിൽ നിന്ന് സരോരുഹ പൊൻമലരുകൾ പോലെ. സരോരുഹം എന്ന് പറഞ്ഞാൽ താമരയാ. സരോരുഹ പൊൻമലരുകൾ താമരപ്പൂക്കൾ വിടർന്നു വരുന്നത് പോലെ. ഇപ്പം ചെളിയിൽ നിന്ന് മനോഹരമായ താമരപ്പൂക്കൾ വിടർന്നു വരുന്നത് പോലെ ഈ പാഴിരുൾ പരപ്പിങ്കൽ, ഈ പാഴിരുൾ പരപ്പ്. എന്താണ് ഈ പാഴിരുൾ പരപ്പ്? ദാരിദ്ര്യത്തിൻ്റെ ഇരുൾപ്പരപ്പ. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഇരുൾപ്പരപ്പിൽ മുങ്ങിക്കിടക്കുന്ന വീടുകളിൽ കണി നിറഞ്ഞ് അതിൽ അന്നപൂർണയായ ഐശ്വര്യദേവത വിളയാടണമെന്ന് കവി ആഗ്രഹിക്കുകയാണ്. എൻ മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊൻമലരുകൾ പോലി പാഴിരുൾ പരപ്പിങ്കൽ. വീടുതോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ, എല്ലാവർക്കും അന്നപൂർണയാം ദേവി. വീടുതോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ. അപ്പോൾ ഐശ്വര്യദേവതയോട്, മഹാലക്ഷ്മിയോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുക? എൻ്റെ മനസ്സ് കൊതിക്കുകയാണ്. ചെളിയിൽ നിന്ന് താമരപ്പൂ വിടർന്നു വരുന്നത് പോലെ ഈ ഇരുൾപ്പരപ്പിൽ, ദാരിദ്ര്യത്തിൻ്റെ ഇരുൾപ്പരപ്പിൽ മുങ്ങിക്കിടക്കുന്ന വീടുകളിൽ കണി നിരന്ന് അതിൽ അന്നപൂർണയായ ഐശ്വര്യദേവതയെ നീ വിളയാടുമോ. അപ്പോൾ അങ്ങനെ ഒരു കാലം ഇപ്പം എല്ലാവരുടെയും ഗൃഹങ്ങളിൽ വിഷുക്കണിയും വിഷുവിൻ്റെ സന്തോഷവും സമൃദ്ധിയുമെല്ലാം വന്നെത്തുന്ന ഒരു കാലം കവി സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഒരു ചെറുവട്ടത്തിൽ മാത്രം ഒതുങ്ങുവാൻ ഒരിക്കലും ഐശ്വര്യദേവതയ്ക്ക് കഴിയില്ല. സമ്പന്നരെയും ദരിദ്രരെയും ഒരുപോലെ കാണേണ്ടവളാണ് അവൾ. അവൾ ഔദാര്യത്തിൻ്റെ, ഉദാരതയുടെ പര്യായമാണ്. വിയർപ്പുനീരാഴിയിൽ പിറക്കുന്നവളാണ്. സമൃദ്ധി മഴ പോലെ വർഷിക്കുന്നവളാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാലക്ഷ്മിയെ അങ്ങനെയുള്ള മഹാലക്ഷ്മി കുറച്ചാളുകൾക്ക് മാത്രമായി എങ്ങനെ ഐശ്വര്യം പ്രദാനം ചെയ്യും? അവളുടെ മുൻപിൽ കണി കാണുന്നവരെ മാത്രമായി, അവരുടെ കണ്ണുകളെ മാത്രമായി എങ്ങനെ തഴുകും എന്ന് കവി സംശയിക്കുകയാണ്. അപ്പോൾ ചെളിയിൽ നിന്ന് താമരപ്പൂക്കൾ വിടർന്നു വരുന്നത് പോലെ ദാരിദ്ര്യത്തിൻ്റെ ഇരുൾപ്പരപ്പിൽ മുങ്ങിക്കിടക്കുന്ന വീടുകളിൽ കണി നിറഞ്ഞ് അതിൽ അന്നപൂർണയായ ദേവി നീ വിളയാടുമോ എന്ന് കവി ചോദിക്കുകയാണ്. അപ്പോൾ അസമത്വത്തിൻ്റെ ആ ഒരു കാഴ്ച കവിയെ അസ്വസ്ഥനാക്കുന്നുണ്ട്. പക്ഷേ കവി ഇങ്ങനെയാണ് പറയുക: കണി കാണുന്നതിന് മുൻപേ കൺതുറന്നിട്ടാവാം, കണി കാൺമതിന് മുമ്പേ കൺതുറന്നിട്ടാവാം ഞാൻ ഇനിയാ പുലർക്കാലം വരെയും അസംതൃപ്തൻ. നേരം പുലർന്നിട്ടില്ല, അല്ലേ? പുലരുന്നതിന് മുൻപാണ് കണി കണ്ടത്. അപ്പോൾ കണി കാണുന്നതിന് മുൻപ് കൺതുറന്നിട്ടാവാം. അമ്മ അവനെയും വിളിച്ചുണർത്തിക്കൊണ്ട് കണി കാണുവാൻ വരുന്നുണ്ട്. പക്ഷേ കണ്ണുകൾ ഇറുക്കി നടന്നു എങ്കിലും ഇടയ്ക്ക് അറിയാതെ ഒന്ന് കണ്ണു തുറന്നു പോയി. ഒരു പക്ഷേ അങ്ങനെ കണി കാണുന്നതിന് മുൻപ് കണ്ണു തുറന്നിട്ടാവാം ഞാൻ ഇനി ആ പുലർക്കാലം വരെയും അസംതൃപ്തൻ. അപ്പം നേരം പുലരുന്നത് വരെ ഞാൻ അസംതൃപ്തനാണ്, അസ്വസ്ഥനാണ്, അസംതൃപ്തനാണ് എന്ന് കവി പറയുകയാണ്. അപ്പോൾ ഐശ്വര്യത്തിൻ്റെ ദേവതയെ ഒരു ചെറുവട്ടത്തിൽ ഒതുക്കുവാൻ സാധിക്കുമോ എന്ന് കവി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല
അസമത്വത്തിൻ്റെ കൂരിരുൾ കാഴ്ചകൾ കവിയെ അസ്വസ്ഥനും അസംതൃപ്തനുമാക്കുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് പറ്റും. അസമത്വത്തിൻ്റെ കൂരിരുൾ കാഴ്ചകൾ കവിയെ അസ്വസ്ഥനും അസംതൃപ്തനുമാക്കുന്നു. സമത്വവും സാഹോദര്യവും പുലരുന്ന ഒരു നല്ല നാളെ കവി സ്വപ്നം കാണുകയാണ് അല്ലേ. എല്ലാവർക്കും എല്ലാ കുടിലുകളിലും അന്നപൂർണേശ്വരിയായ മഹാലക്ഷ്മി വിളയാടുന്ന ഒരു കാലം കവി സ്വപ്നം കാണുകയാണ്. അപ്പം കുറച്ച് ആളുകൾക്ക് മാത്രമായി ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും എല്ലാം ലഭിക്കുകയും മറ്റുള്ളവർ ദാരിദ്ര്യത്തിൻ്റെ ഇരുൾപ്പരപ്പിൽ മയങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ദയനീയമായ അസമത്വത്തിൻ്റെ ആ ഒരു കാഴ്ച അത് കവിയെ അസ്വസ്ഥനാക്കുന്നു. സമത്വവും സാഹോദര്യവും സന്തോഷവും സമൃദ്ധിയുമൊക്കെ ഉള്ള ഒരു സമത്വത്തിൻ്റെ തുല്യതയുടെ ഒരു കാലം കവി സ്വപ്നം കാണുകയാണ്.